പക്ഷേ നമസ്കാരം. നമസ്കാരം. ഇന്ന് വലിയ രീതിയിലുള്ള തിരഞ്ഞെടുപ്പൻ ചൂടുകൾ എല്ലായിടത്തും അലയടിക്കുന്ന ദിവസമാണ്. ചേലക്കരയും വയനാടും നമ്മൾ പ്രതീക്ഷിച്ച പോലെയൊക്കെ തന്നെ സംഭവിച്ചു. പക്ഷെ പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് കുറച്ചുകൂടി BJP ഒരു വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയ ഒരു മണ്ഡലമാണ്, നിയോജക മണ്ഡലം കൂടിയാണ് പാലക്കാട്. പ്രത്യേകിച്ച് സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള ആ ഒരു പടികയറ്റത്തിന് ശേഷം വലിയ രീതിയിലുള്ള പ്രചരണത്തിൽ കൂടുതൽ ആവേശമായി അണികൾ ഇറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ എല്ലാം തകിടം മറിച്ചുകൊണ്ട് വമ്പൻ ടിസ്റ്റാണ് പാലക്കാട് വന്നിരിക്കുന്നത്. 18,840 വോട്ടിന് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കയറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് തൊട്ട് പിന്നാലെ BJPയിൽ പൊട്ടിത്തെറി എന്നൊക്കെ പറയുന്നു. സുരേന്ദ്രനെയും സംഘത്തിനെയും ചാണകവെള്ളം അടിച്ചിറക്കി ചാണകവെള്ളം തളിക്കണം എന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. സത്യത്തിൽ BJPയുടെ ഒരു പിടിപ്പുകേട്, പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ്റെ ഒരു നേതൃപാഠവുമില്ലായ്മയും സ്ഥാനാർത്ഥിയെ നിർത്തിയതിലുള്ള ഒരു തകരാറുമാണോ പാലക്കാട് ഇത്ര വലിയ വീഴ്ച BJPക്ക് സംഭവിച്ചത്? അല്ല, പാലക്കാട് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ അവിടെ BJPക്ക് നിർത്താൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ് കൃഷ്ണകുമാർ തന്നെയാണ്. കാരണം അതിൻ്റെ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ പ്രശ്നമുണ്ട്. അദ്ദേഹത്തെ മാറ്റി നിർത്തണം എങ്കിൽ അദ്ദേഹം അതിന് അനുകൂലമായിട്ടുള്ള തീരുമാനമെടുത്താൽ മാത്രം പറ്റുള്ളായിരുന്നു. അതിന് പകരം കേരള നേതൃത്വം അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വമോ മറ്റൊരു സ്ഥാനാർത്ഥിയെ അവിടെ അടിച്ചേൽപ്പിച്ചാൽ ഇതിനേക്കാൾ മോശമായിട്ടുള്ള രീതിയിൽ BJPയോടെ പരാജയപ്പെടും. കാരണം അത് പാർട്ടിക്കകത്ത് നിൽക്കുന്ന അന്തഃസംഘർഷം തന്നെയാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ അത് മനസ്സിലാക്കിയിട്ടായിരിക്കണം കേരള നേതൃത്വം യഥാർത്ഥത്തിൽ ആ സ്ഥാനാർത്ഥി അവിടെ നിർത്തിയത്. പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തുന്ന സമയത്ത് BJP നേതൃത്വം, കേന്ദ്ര നേതൃത്വവും അതേപോലെ തന്നെ കേരള നേതൃത്വവും ഒക്കെ തൃശ്ശൂർ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുത്ത സാധ്യത ആലോചിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ ഈ രീതിയിലായിരുന്നില്ല ആ തെരഞ്ഞെടുപ്പിനെ അവർ നേരിടേണ്ടിയിരുന്നത്. അവിടെ അവർക്ക് തീർച്ചയായിട്ടും അതിനകത്ത് പരാജയം സംഭവിച്ചു. ആ പരാജയമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ റിസൾട്ടിൽ കേരളത്തിൽ BJP പൊളിഞ്ഞു എന്ന് പറയുന്ന തരത്തിലുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നതിന് കാരണമായി തീർന്നിരിക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ട് ഒരു പാർട്ടിയും പൊളിയുന്നില്ല എന്നുള്ളതായിരുന്നു നമുക്കറിയാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് പരിശോധിച്ചാൽ BJP ആണ് അവിടെ പരാജയപ്പെട്ടിരിക്കുന്നത്. BJPക്കാണ് വലിയ നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ആ ഒരു നഷ്ടം അവിടെ ഉണ്ടായതിൻ്റെ ഉത്തരവാദിത്വം ആര് എന്ന ചോദ്യമാണ് നാളെ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരള നേതൃത്വം സുരേന്ദ്രനെതിരെയാണ് എനിക്ക് തോന്നുന്നത്. BJPയിലെ ഒട്ടുമിക്ക ആളുകളും സുരേന്ദ്രനെ പുറത്താക്കുമെന്ന് പറഞ്ഞായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും സുരേന്ദ്രൻ ഈ അദ്ദേഹത്തിൻ്റെ അണികളിൽ നിന്ന് അതിശക്തമായിട്ടുള്ള എതിർപ്പ് നേരിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആരുടെയൊക്കെ തല ഉരുളും എന്ന് ചോദിച്ചാൽ എല്ലാ BJPയുടെയും ഒരു വിഭാഗത്തിൽപ്പെട്ടായിട്ടുള്ള പ്രവർത്തകരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ്റെ തല ഉരുളട്ടെ എന്നാണ് പറയുന്നത്. അത് സംഭവിക്കാനുള്ള സാധ്യത വിരളമാണ് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം മൊത്തം കേരളത്തിലെ BJPയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അത്ര പ്രകാശമാനമായ ലീഡർഷിപ്പ് അല്ല. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് മികച്ച നേട്ടമുണ്ടാക്കാനായിട്ട് പറ്റാതെ പോകുന്നത്. കാരണം ഇപ്പോൾ ചേലക്കരയിൽ എനിക്ക് തോന്നുന്നു പാലക്കാടിനേക്കാളൊക്കെ വളരെ മികച്ച നേട്ടം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കേരള നേതൃത്വത്തെ കുറ്റം പറഞ്ഞാൽ അവിടെ എങ്ങനെ അങ്ങനെ നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ചോദ്യം ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ അന്തഃസംഘർഷം വളരെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് സന്ദീപ് വാര്യരെ പോലുള്ള ആളുകൾ ആ ഇലക്ഷൻ്റെ സായം തന്തിയിൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ആ സമയത്ത് തകർത്തടിച്ച് BJP പൊളിച്ച് പുറത്തുപോയി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫലം ഇതിനകത്ത് പ്രതിഫലിച്ചിട്ടുണ്ടാകാം എന്തായാലും. കാരണം അത് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ് സംഘടന പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം. അയാൾക്ക് പരസ്യമായിട്ട് നേരത്തെ എതിർത്തൊക്കെ പോകാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ മുഹൂർത്തത്തിൽ, പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സിൽ നിൽക്കുന്ന സമയത്ത് പാർട്ടി പൊളിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് അങ്ങനെ ഒരു പ്രവർത്തനം അദ്ദേഹം നടത്തിയത് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ അതിന് പ്രതിരോധം തീർക്കാൻ ആവശ്യമായിട്ടുള്ള സമയം, സാവകാശം ഒന്നും പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ളൊരു സെറ്റ് ബാക്ക് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായത് എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഇപ്പോൾ JP നദ്ദയെ പോലുള്ള ദേശീയ അധ്യക്ഷൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു മികവാണ് BJPക്ക് നിലം തൊടാൻ പോലും അല്ലെങ്കിൽ ഒന്ന് തൊട്ടു നോക്കാൻ പോലും കഴിയാത്ത പല സംസ്ഥാനങ്ങളിലും BJPക്ക് താമര വിരിയിക്കാൻ കഴിഞ്ഞത്. പക്ഷേ അത്തരമൊരു നേതൃത്വം, സുരേന്ദ്രൻ്റെ അത്തരമൊരു നേതൃപാടവം എല്ലാവരെയും ഒരു പാർട്ടിയിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എങ്കിൽ പോലും എല്ലാവരെയും ഒരുമിച്ച് കൂടെ, പ്രത്യേകിച്ച് ഈ സന്ദീപ് വാര്യരൊക്കെ ജനങ്ങളുടെ മുന്നിൽ ഒരു നല്ല മുഖമുള്ള കുറേ ആരാധകരുള്ള ആളായിരുന്നു. ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കണമെന്നൊക്കെയുള്ളത് അണികളുടെ ഒരു ആവശ്യമായിരുന്നു. പക്ഷേ
പാലക്കാട് കൃഷ്ണകുമാറിൻ്റെ ഭാര്യയുടെ ഒരു അമിത ഇടപെടൽ പല അണികൾക്കും വീർപ്പുമുട്ടൽ ഉണ്ടാക്കി, പലരെയും പാർട്ടിയിൽ നിന്ന്, കൗൺസിലർമാരടക്കം പലരെയും അതിൽ നിന്ന് പാർട്ടിയോടുള്ള ഒരു സ്നേഹം മാറ്റി പിന്നെ പാർട്ടിയോടൊപ്പം നിൽക്കുന്നു എന്ന് കാണിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്ത രീതിയിലേക്ക് പോലും മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അണികൾ പോയി എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് എത്രത്തോളം സത്യമുണ്ടെന്നറിയില്ല. അത്തരത്തിലൊരു നീക്കം ഈ കൃഷ്ണകുമാറിൻ്റെ ഭാര്യയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് അണികളെ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടാകുമെന്ന് മാഷിന് തോന്നുന്നുണ്ടോ? അതുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ ഉയരുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് മിനിമോൾ അല്ലേ, മിനിമോളാണ് ഈ പരാജയത്തിന് പ്രധാനപ്പെട്ട ഹേതു എന്ന നിലയ്ക്ക് പാർട്ടിക്കകത്ത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ കേന്ദ്ര നേതൃത്വവുമായിട്ട് കൃഷ്ണകുമാറിൻ്റെ കുടുംബം പുലർത്തുന്ന ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നത് സുരേന്ദ്രനേക്കാളൊക്കെ കൂടുതലായിട്ട് ഈ മിനിമോൾക്കും അതുപോലെ കുടുംബത്തിനും കേന്ദ്ര നേതൃത്വമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക വിഷയങ്ങളിലും അവരിടപെടാറുണ്ട്. അവരങ്ങനെ ഇടപെടാൻ തുടങ്ങുമ്പോൾ ഈ അധികാരത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആ അധികാരം എന്ന് പറയുന്നത് അധികാരപ്രമത്തതയായിട്ട് മാറിത്തീരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടെ നിൽക്കുന്നതായിട്ടുള്ള കൗൺസിലർമാർക്ക് വലിയ തരത്തിൽ അവഗണന ലഭിക്കുകയും അവരെ വെറുപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കും. ആ വെറുപ്പ് പക്ഷേ അവർ നേരിട്ട് പ്രകടമാക്കുന്നില്ല. കാരണം എന്താണ്? നേരിട്ട് പ്രകടമാക്കിയാൽ അവർ പാർട്ടിയിൽ നിന്ന് പുറത്താകും. അങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താവാൻ ആഗ്രഹിക്കാത്തവരും എന്നാൽ കൃഷ്ണകുമാറിനെ തോൽപ്പിക്കണം എന്ന് ഈ വെറുപ്പിലൂടെ രൂപപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള മനസ്സുള്ള ആളുകളും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതായിരിക്കണം ഈ ടൗണിൽ അല്ലെങ്കിൽ പാലക്കാട് എന്താണ് നഗരപ്രദേശങ്ങളിൽ മുഴുവനും BJPക്ക് തിരിച്ചടിയാവുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ടാവുക. അത് പരിശോധിച്ചാൽ സ്വാഭാവികമായിട്ടും തിരുത്താവുന്നൊരു കാര്യമുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം BJPയുടെ ഒരു സംഘടനാ സംവിധാനവും അതിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് അത്ര ഡെമോക്രാറ്റിക്കായിട്ട് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. കോൺഗ്രസിൻ്റേത് പോലെയുള്ള ഒരു പരിപാടി ഹൈക്കമാൻഡുമായിട്ടുള്ള റിലേഷൻ പോലെയുള്ള ഒരുതരം ബന്ധം ഇത്തരം ആളുകൾക്കും കുടുംബങ്ങൾക്കും ചിലപ്പോൾ അവരുടെ ഭാര്യമാർക്കുമൊക്കെ ഉണ്ടാകും. മിനിമോൾക്ക് അത്തരത്തിലുള്ള വലിയ ബന്ധങ്ങളുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പല പ്രശ്നങ്ങളും ഈ ഘടകങ്ങളെ അല്ലെങ്കിൽ കൗൺസിലർമാർ അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ആളുകളെ മറികടന്നുകൊണ്ട് ഇവർ ചെയ്യുകയും അവരതിൽ വിജയിക്കുകയും അവരുടെ പ്രമത്തത അല്ലെങ്കിൽ അധികാരപ്രമത്തത എന്ന് പറയുന്നത് ശക്തമായി തീരുകയും അതിൻ്റെ ഒരു സമ്മർദ്ദത്തിൽ കൂടെ നിൽക്കുന്നവരൊക്കെ മങ്ങിപ്പോവുകയും അവർ നിരാശരായി തീരുകയൊക്കെ ചെയ്തേക്കാം. ആ നിരാശ പ്രകടമാക്കാനായിട്ട് അവർക്കുള്ളൊരു വഴി എന്ന് പറയുന്നത് ചിലപ്പോൾ ഒപ്പം നിന്നിട്ട് എതിരായിട്ട് വോട്ട് ചെയ്യുക എന്നുള്ളതാകാം. അത് സംഭവിച്ചിട്ടുണ്ടെന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ 2021 ഏകദേശം 2021 7000 വോട്ടിൻ്റെ കുറവാണ് ഇത്തവണ BJPക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പോളിംഗ് ശതമാനം ഇത്തവണ വലിയ കുറവുമായിരുന്നു. UDFിൻ്റെ പ്രാതിനിധ്യമുള്ള പല ബൂത്തുകളിലും പോളിംഗ് ശതമാനമൊക്കെ കുറവായിരുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ BJP വലിയ പ്രതീക്ഷയാണ് വച്ചത് ഇത്തവണ വിജയിക്കുമെന്നുള്ളത്. ഇവിടെ ശോഭാ സുരേന്ദ്രനെയാണ് സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ ഭൂരിപക്ഷം നേടാൻ അല്ലെങ്കിൽ ഒരു വിജയത്തിലേക്ക് എത്താൻ BJPക്ക് കഴിയുമായിരുന്നു. അല്ല, BJPക്ക് പാലക്കാട് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി ഒരിക്കൽ മാറിയിരുന്ന കൃഷ്ണകുമാർ വീണ്ടും ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ട് മാറി നിൽക്കാനായിട്ട് തയ്യാറാവില്ല. അതാണ് പ്രശ്നം. അതല്ലെങ്കിൽ സാധ്യതകൾ കൂടുതലാണ്. കാരണം ശോഭ പല സ്ഥലത്തും ചെല്ലുന്ന സമയത്ത് കൂടുതൽ പുറത്തുള്ള വോട്ടുകൾ വാങ്ങിക്കൂട്ടാനായിട്ടുള്ള ഒരു പ്രത്യേക കപ്പാസിറ്റിയുള്ള കാൻഡിഡേറ്റാണെന്ന് തെളിയിക്കപ്പെട്ടത്. ആ സാധ്യത ഉപയോഗിച്ച് പാലക്കാട് ജയിക്കണമെങ്കിൽ എന്ത് വേണം? കൃഷ്ണകുമാർ അടക്കമുള്ള വലിയ സംഘം അതിനനുകൂലമായ നിലപാടെടുക്കണം. ആ നിലപാടെടുപ്പിക്കുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിനോ അല്ലെങ്കിൽ കേരള നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല എല്ലാ സ്ഥലത്തും ഇങ്ങനെ ശോഭയെ മാത്രം വെച്ച് തിരഞ്ഞെടുപ്പ് നടത്തി വിജയിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് BJP പോലെയുള്ളൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമല്ല. കാരണം അങ്ങനെയല്ല ശരിക്കും ഈ പാർട്ടിക്ക് വിജയം നേടേണ്ടത്. പാർട്ടിക്ക് സ്വന്തമായിട്ട് വിജയം നേടാൻ പറ്റുന്ന തരത്തിലേക്ക് വളർന്നു വരേണ്ടതാണ്. പക്ഷേ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ അത് പരാജയപ്പെട്ടതായിട്ടാണ് കാണുന്നത്. എങ്കിലും അത്രയധികം വോട്ടുകൾ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ശോഭ സുരേന്ദ്രൻ മത്സരിച്ച സമയത്ത് 40,000 വോട്ടുകളാണ് കിട്ടിയിരുന്നത്. അതിനേക്കാൾ കുറച്ച് വോട്ട് 600 വോട്ടിൻ്റെ കുറവ് മാത്രമാണ് കൃഷ്ണകുമാറിന് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21 തിരഞ്ഞെടുപ്പിൽ അവിടെ പക്ഷേ ശ്രീധരനായിരുന്നു. ശ്രീധരന് കിട്ടുന്ന വോട്ട് കൃഷ്ണകുമാറിന് അതേപോലെ തന്നെ ശോഭയ്ക്ക് കിട്ടണം എന്ന് നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ അദ്ദേഹത്തിന് നേടാൻ കഴിയുന്നതായിട്ടുള്ള വോട്ടുകളാണ്. അത് അദ്ദേഹത്തിന് മാത്രമേ കിട്ടുകയുള്ളൂ. ശ്രീധരന് മാത്രം കിട്ടുന്ന വോട്ടാണത്. മറ്റാളുകൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ജയസാധ്യത എന്ന് പറയുന്നത്
പാർട്ടിക്കകത്തുള്ള എല്ലാവിധമായ സംവിധാനങ്ങളെയും ഒരുമിച്ച് യോജിപ്പിക്കാനും അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും ആ രീതിയിൽ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്താണ് വിജയസാധ്യതയുള്ളത്. അത് പക്ഷേ നടന്നില്ല ഇവിടെ. അത് നടക്കാൻ പറ്റാതിരിക്കാൻ പ്രധാനപ്പെട്ട കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുക എന്ന് പറഞ്ഞിട്ട് പോസ്റ്റർ പ്രചരണം ആരംഭിച്ചു. അത് ശരിയായ ശൈലിയല്ലോ ശരിക്കും പറഞ്ഞു. പാർട്ടിക്കകത്ത് അവർക്ക് ആലോചിക്കാവുന്നതാണ് ആരെയാണ് നിർത്തേണ്ടതെന്ന്. എല്ലാവരും വിളിച്ചു കൂട്ടിയിരുന്നത് ഏറ്റവും ഉചിതമായിട്ടുള്ള കാൻഡിഡേറ്റ് ആരാണെന്ന് തീരുമാനിക്കുകയും ആ കാൻഡിഡേറ്റിന് മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് കഴിയുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മാഷ്, അവസാനമായൊരു ചോദ്യം. സന്ദീപ് വാര്യർ ഒരുപാട് സത്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയുന്നു ഈ തിരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപനങ്ങൾക്കൊക്കെ ശേഷം. അതായത് ഒരു പാൽ സൊസൈറ്റിയിലെ തിരഞ്ഞെടുപ്പ് വന്നാലും കൃഷ്ണകുമാർ തന്നെയാണ് സ്ഥാനാർത്ഥി. BJP ഒരു വലിയ അഴിച്ചുപണിയുടെ ആവശ്യമുണ്ട് എന്ന് തന്നെ പറയുന്നു. സന്ദീപിനെ അടിച്ചു പുറത്താക്കിയവർ തന്നെ സന്ദീപ് പറഞ്ഞത് ശരിയാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചു കയറ്റാനുള്ള എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? അതിനുള്ള സാധ്യത വളരെ വിരളമാണ്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഗുണകരമായ കാര്യമല്ല ഇങ്ങനെ പോകുന്നതായിട്ടുള്ള ഒരാളെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത്. അത് പാർട്ടി ചെയ്യും എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഒരു പാർട്ടിയും ചെയ്യില്ല. BJPയോ RSSോ അതൊരിക്കലും പരിഗണിക്കാനായിട്ട് തയ്യാറാവില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, സുരേന്ദ്രൻ പറയണത് എന്താണ് ശരിയാക്കണതെന്ന് ചോദിക്കും. സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ അദ്ദേഹം അടിച്ച് പൊളിച്ച് തകർത്ത് കളയുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല CPM-ഉം അതേപോലെ തന്നെ BJPയും തമ്മിൽ ഉണ്ടാക്കിയ രഹസ്യ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ബലിദാനികളുടെ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് മാപ്പ് പറയണം എന്ന് അദ്ദേഹം ശക്തമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അങ്ങനെ സുരേന്ദ്രനെതിരെ വലിയ ഒരു കൊടുങ്കാറ്റായിട്ടാണ് യഥാർത്ഥത്തിൽ വാര്യർ മാറുന്നതെന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കുക. ആ കാര്യങ്ങളിലേക്ക് കൂടി പാർട്ടിയുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് സഹായിച്ചേക്കാം. എന്നല്ലാണ്ട് ഇനി സന്ദീപ് വാര്യർ പാർട്ടിയിലകത്തേക്ക് തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്നത് രാഷ്ട്രീയം തീരെ അറിയാൻ പാടില്ലാത്ത ഒരു അംഗൻവാടി വിദ്യാർത്ഥിക്ക് മാത്രം വിചാരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഇതിന് അദ്ദേഹത്തിൻ്റെ ആരാധകർ, ഫാൻസൊക്കെ ഉണ്ട്, അവർക്ക് വിശ്വസിക്കാം അദ്ദേഹം തിരിച്ചു വരും. രാഷ്ട്രീയം നമ്മൾ ശരിയായ രീതിയിൽ പരിശോധിച്ചാൽ ആ രാഷ്ട്രീയത്തിൽ ഇനി അദ്ദേഹത്തിന് ഒരിക്കലും തിരിച്ചു വരാനായിട്ട് കഴിയില്ല, സാധ്യതയില്ല. പക്ഷെ അണികൾക്ക് അത്രയും താല്പര്യം ഇപ്പോൾ പോയി പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം എന്നതിനപ്പുറം വെറുപ്പിൻ്റെ ഫാക്ടറിയാണ് BJP, വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്, വെറുപ്പിൻ്റെ നേതാവാണ് മോദി എന്നൊക്കെ പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ നമുക്കൊന്ന് ഉദ്ദേശിച്ചത് അണികൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇത്തരത്തിൽ പാർട്ടിക്ക് പ്രസ്ഥാനത്തെ തള്ളി പറഞ്ഞുകൊണ്ട് പോയെങ്കിലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച ഒരാളെ, അയാൾ ചീളുകേസല്ല, ഒരു സന്ദീപ് പോയാൽ 100 സന്ദീപൊന്നും വരാനില്ല, പാർട്ടിയുടെ അണികൾക്ക് ജനസമ്മതനായ ഒരു നേതാവ് തന്നെയാണ് സന്ദീപ് വാര്യർ എന്നുള്ള നിലയ്ക്ക് സന്ദീപ് വാര്യരെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്താനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ? അല്ല, അതിൻ്റെ ഒരു സാധ്യത എങ്ങനെയായിരുന്നു വെച്ചാൽ, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം ഒരാൾ, പക്ഷേ അയാൾ അപ്പം തന്നെ പോയി കോൺഗ്രസിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിനെന്താണ് പ്രസക്തികൾ? അല്ലെങ്കിൽ വേറെ CPM-ൽ ചേർന്നാലും ഒരു പ്രസക്തിയില്ല. തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അയാൾ മാറി നിൽക്കുകയായിരുന്നെങ്കിൽ അയാളെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് അണികളുടെ വലിയ ശബ്ദമുയരുമായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായേ? അതെ, സന്ദീപ് വാര്യർ തിരിച്ച് കൊണ്ടുവരൂ എന്ന് പറയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആരും അത് പറയാനുള്ള സാധ്യതയില്ല. മാത്രമല്ല RSS എന്ത് കടുത്ത നിലപാടാണ് സന്ദീപ് വാര്യർക്ക് എതിരെ എടുത്തിരിക്കുന്നത്. അയാളുടെ അമ്മയുടെ ഭൂമി അത് വേണ്ട എന്ന് തന്നെ RSSൻ്റെ ഒരു ഐഡൻറ്റിറ്റി നിലനിർത്താൻ കഴിയണമെങ്കിൽ അത് വേണ്ട എന്ന് തന്നെ പറയണം. അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളിലും ഈ സന്ദീപ് വാര്യറുള്ള ഇങ്ങനെയുള്ള സമീപനങ്ങളുണ്ടാകുമ്പോൾ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിജയം അതുപോലെ തന്നെ പരാജയമൊക്കെ കഴിഞ്ഞു, കുറച്ച് ദിവസമൊക്കെ ചർച്ച കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ എന്തായിരിക്കും സന്ദീപ് വാര്യരുടെ പൊസിഷൻ? സന്ദീപ് വാര്യർ തീർച്ചയായിട്ടും BJP വിരുദ്ധനായിട്ടോ RSS വിരുദ്ധനായിട്ടോ ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കോൺഗ്രസ് എങ്ങനെയാണോ BJP വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് അതേ വിമർശനം യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർക്ക് നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെ നിരന്തരം BJPയെ ഇങ്ങനെ അല്ലെങ്കിൽ RSSനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരാളെ BJPയിലേക്കും RSSലേക്കും തിരിച്ചുകൊണ്ടുവരും എന്ന് നമ്മൾ കരുതുക. നമ്മളെന്ന് പറയുന്നത് ഈ പൊളിറ്റിക്സ് ഹാൻഡിൽ ചെയ്യുന്ന ആളുകൾ കരുതുക എന്ന് പറയുന്നത് അബദ്ധമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരിക്കൽ പോലും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയില്ല. പക്ഷേ ഈ കലാപത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം, ഒരു കലാപത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത് അയാൾ ഓടിപ്പോയിട്ട് അപ്പോൾ തന്നെ കോൺഗ്രസിൽ ചേർന്നാണ്. അയാളോട് മാറി നിന്നിട്ട് ഇനി വിമർശിച്ച് കഴിഞ്ഞാൽ ആ വിമർശനത്തിന് വിലയുണ്ട്. ആ വിമർശനം കേൾക്കാനായിട്ട് നേതൃത്വം തയ്യാറാവും, അണികളും തയ്യാറാവും. അതൊന്നും അവർ ചെയ്യുന്നില്ല. അവരത് ചെയ്യാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വേണ്ടത് എന്താണ്? അധികാരം മാത്രമാണ്. അധികാരത്തിന് വേണ്ടിയല്ലേ കൂടി അതിനകത്തേക്ക് കയറുക. ഇതിനേക്കാളും ഏത് പാർട്ടിയിലേക്ക് കൂടി കയറുമ്പോഴും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാളല്ല, പല ആളുകളും. നമ്മൾ എത്രയോ കാലമായി രാഷ്ട്രീയം നിരീക്ഷിക്കുന്നു. ആ നിരീക്ഷണത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അധികാരത്തിന് വേണ്ടി ആളുകൾ വിമർശനം ഉയർത്തുകയും
ആ വിമർശനം സാധ്യമല്ലാതായിത്തീരുന്ന സമയത്ത് അവർ മറ്റ് പാർട്ടികളിൽ പോയി ചേരുകയും അധികാരം ഉറപ്പിക്കുകയും ചെയ്യുന്നതാണ്. ഇയാൾക്ക് വലിയ ഓഫർ കിട്ടിയെന്നല്ലേ പറയുന്നത്. അതെ, കോടികളുടെ offer അതെന്താണെന്ന് എന്നൊക്കെ അറിയില്ല പറയുന്നു. ശരിക്കും പറഞ്ഞു. ചില കുറച്ച് കഴിഞ്ഞാൽ അറിയാൻ അതെ, പറ്റും. ഇനി കോൺഗ്രസ് ഇത് തെറ്റിക്കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ കരാറുകളാണ് സന്ദീപ് വാര്യർ വച്ചത്. അല്ലേ, ആളുകളിങ്ങനെ ഈ പാർട്ടിയുമായിട്ട് തെറ്റുന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർട്ടി കച്ചവടമാണ്. പാർട്ടിയിൽ ചേരുക എന്ന് പറഞ്ഞാൽ കച്ചവടമാണല്ലോ. ഇതൊരു കച്ചവടമാണ് ശരിക്കും. ആ കച്ചവടത്തിൻ്റെ കരാറുകൾ തകർന്ന് തരിപ്പണമാവുന്ന സമയത്താണ് പിന്നെന്ത് ചെയ്യുന്നത്, ആ കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വിളിച്ചു പറയേണ്ടതാണ്. എന്നുവെച്ചാൽ ജനങ്ങൾക്ക് വേണ്ടിയോ ജനസേവനത്തിന് വേണ്ടിയോ രാഷ്ട്രീയത്തിന് വേണ്ടിയോ അല്ല ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന കാഴ്ചപ്പാടാണ് ഇതിലൂടെ യഥാർത്ഥത്തിൽ ഇവർ പുറത്തേക്ക് പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഗുണകരമായ കാര്യമല്ല. ശരിയാണ്, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ പ്രസിഡൻ്റായിട്ടുള്ള സുരേന്ദ്രനെതിരെ ഒരു സമയത്ത് സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിയുടെ ഹീറോ ആയിരുന്നു. അതെ, ആ സുരേന്ദ്രൻ അധികാരത്തിൽ ഇരുന്നിരുന്ന് പാർട്ടി അണികൾക്കും അതേപോലെ തന്നെ ആളുകൾക്കൊക്കെ വേണ്ടപ്പെട്ട ആളുകളല്ലാതെ മാറുകയാണ് ചെയ്യുന്നത്. അത് അവരെ ലീഡേഴ്സാണ് തീരുമാനിക്കേണ്ടത്. ഏത് ലീഡറും വളരെ കൃത്യമായിട്ടുള്ള രീതിയിലും സത്യസന്ധമായിട്ടുള്ള രീതിയിലും അണികളോട് പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ മാത്രമാണ് അവർക്ക് ലീഡറായിട്ട് നിൽക്കാനായിട്ട് കഴിയുള്ളൂ. യഥാർത്ഥത്തിൽ നല്ല ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു കയറുന്നവനല്ല, അയാൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് ജനങ്ങളെ നടത്തി കയറ്റാനായിട്ട് കഴിയുന്ന ഒരാളാണ്. ആ രീതിയിലേക്ക് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ലീഡറില്ല. ബി ജെ പിക്ക് മാത്രമല്ല, കേരളത്തിൽ ഒരു പാർട്ടിക്കും ലീഡറില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇപ്പോൾ പഴയ കാലത്ത് നമുക്ക് വലിയ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസിനാണെങ്കിൽ പനമ്പിള്ളി വലിയ വലിയ കക്ഷികൾ, അതേപോലെ തന്നെ സി പി എമ്മിനാണെന്ന് വെച്ചാൽ AKG, അതേപോലെ EMS, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകളുണ്ടായിരുന്നുള്ളതാണ്. ആ നിലയിലേക്ക് ഉയർന്നു വരാൻ പറ്റുന്ന പുതിയ രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കില്ലാതെ പോകുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബി ജെ പി അതിൻ്റെ ഒരു ഏരിയയായി നിൽക്കുന്നു. എല്ലാ പാർട്ടികളും ഇപ്പോൾ അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയം വളരെ മോശമാകുകയും രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് രണ്ടാം തര മൂന്നാം തര നേതാക്കളുടെ കൈകളിൽ എത്തപ്പെടുകയും ചെയ്യുന്നു. അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച. വളരെ നന്ദി.